+1 ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. 15-ാം തീയതി മുതൽ 19-ാം തീയതി വരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരൊറ്റ ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെയാണ് എക്സാംസ് ഉള്ളത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോട്ടീവ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ സബ്ജക്ട്സ് ഫസ്റ്റ് എക്സാം സെക്കൻഡ് ലാംഗ്വേജാണ്. അത് വലിയ ടെൻഷനില്ല. നെക്സ്റ്റ് അടുത്ത ഓർഡർ വീണ്ടും നിങ്ങൾക്ക് എന്താണ് ലാംഗ്വേജാണ്, ഇംഗ്ലീഷാണ്. സോ സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞ് ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. സെക്കൻഡ് ലാംഗ്വേജിന് ഓവർ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. ഇംഗ്ലീഷാണ് കൂടുതലും പഠിക്കാനുള്ളത്. അതിനങ്ങോട്ടുള്ള ബാക്കിയുള്ള 3 ദിവസം ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് കണ്ടിന്യൂസ് ആയിട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് 16, 17, 18, 19 ഈ തീയതികളിൽ 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഏറ്റവും കോർ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസിന് മാർക്ക് കുറയാൻ സാധ്യതയുള്ള 2 പ്രോബ്ലം പേപ്പേഴ്സ് അടക്കം ഈ ഒരു സമയത്താണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ക്രിസ്മസ് എക്സാമിന് മുന്നേ തന്നെയുള്ള ദിവസം ഡിസംബർ 15 എക്സാമെങ്കിൽ ഡിസംബർ 1-ാം തീയതി മുതൽ ഓരോ സബ്ജക്ട്സിനും മിനിമം 2, ഏറ്റവും ചുരുങ്ങിയത് 2 ദിവസമെങ്കിലും നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ക്രിസ്മസ് എക്സാമിന് ഏവറേജ് ആയിട്ട് മിനിമൽ ഒരു 75% എബവ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അല്ല സാർ, അപ്പോൾ ബാക്കിയുള്ള സബ്ജക്ട്സും വളരെ സിമ്പിളാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് നെക്സ്റ്റ് മൺഡേ ആണ്. നിങ്ങൾക്ക് ഒരുപാട് ദിവസം ഒഴിവുണ്ട്. ആ ഒരു ഒഴിവിന് ശേഷം അടുത്ത ചൊവ്വാഴ്ച 23 ഡിസംബർ 23-നാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാംസ് ഉള്ളത്. ആ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ അന്ന് തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെയും ചില സ്റ്റുഡൻസുകൾ പൊളിറ്റിക്കൽ സയൻസ് ഓപ്റ്റ് ചെയ്യുന്നുണ്ടാവും. ബഹുഭൂരിഭാഗം സ്റ്റുഡൻസും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കും. കുറച്ച് കുട്ടികൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നവരായിരിക്കും, കുറച്ച് കുട്ടികൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാകും. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എക്സാം കഴിഞ്ഞ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ജാനുവരി 6-നാണ്. അത്രയും സമയമുണ്ട്. ക്രിസ്മസ് വെക്കേഷനൊക്കെ നിങ്ങൾക്ക് ഇരുന്ന് കടന്ന് ഉറങ്ങി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി അഥവാ മാത്സ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി പെടും. ഇംഗ്ലീഷ് മുതൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്, മാത്തമാറ്റിക്സിൻ്റെ ആ ആഴ്ചയിലെ ഏറ്റവും അവസാനത്തെ എക്സാംസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, അടുത്തത് വെള്ളിയാഴ്ച എക്സാം നിങ്ങൾക്ക് എന്താണ്, മാത്തമാറ്റിക്സ് ആയിരിക്കും. എക്സാമും പ്ലസ് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ എക്സാമും അതിന് പുറമെ മാത്തമാറ്റിക്സിൻ്റെ എക്സാം അടക്കം കണ്ടിന്യൂസ് 6 എക്സാംസ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, ഇവർ അറ്റൻഡ് ചെയ്യേണ്ടി വരും. മാത്തമാറ്റിക്സ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു ക്രിസ്മസ് എക്സാം കുറച്ചൊരു തലവേദന ആവുകയുള്ളൂ. ബാക്കിയുള്ളവർക്ക് കുറച്ചും കൂടി സിമ്പിളാണ്. കമ്പ്യൂട്ടർ ഓപ്ഷണൽ സബ്ജക്ട്സിൻ്റെ കാര്യത്തിൽ കുറച്ച് സിമ്പിളാണ്, പഠിക്കാൻ സമയം കിട്ടും. ഇനി ഏത് സ്റ്റുഡൻ്റ് ആണെങ്കിലും, നിങ്ങൾ ഏത് ഓപ്ഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിലും ബാക്കിയുള്ള എല്ലാ എക്സാംസുകളും കണ്ടിന്യൂസ് ആണ്. സെക്കൻഡ് ലാംഗ്വേജ് മുതൽ ഇംഗ്ലീഷ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ഈ 5 സബ്ജക്ട്സ് മൺഡേ ടു ഫ്രൈഡേ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അതിനുശേഷമുള്ള സാറ്റർഡേ ആണ് നിങ്ങളുടെ മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് എക്സാം. അല്ലാതെ എക്സാംസ് എന്താണ്, ചൊവ്വാഴ്ചയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ജാനുവരി 6-നാണ് സ്കൂളൊക്കെ രണ്ടാമത് റീഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രം എക്സാം എഴുതിയാൽ മതി. ഇവിടെ ആകെ മറ്റൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. സ്റ്റാറ്റ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ മൈൻഡിലുണ്ടാകും, അയ്യോ ഇനി സ്റ്റാറ്റ് കഴിഞ്ഞില്ല, സ്റ്റാറ്റ് പഠിക്കാനുണ്ടല്ലോ. സോ ആ ഒരു കൺഫ്യൂഷൻ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വെക്കേഷൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ആ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഹാപ്പിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് എക്സാം കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനൽ എക്സാംസിലേക്ക് ഇനി എങ്ങനെ പഠിക്കണം, ജാനുവരി മുതൽ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണം എന്ന് ഓൾറെഡി എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാം. ക്രിസ്മസ് എക്സാം എല്ലാത്തിൻ്റെയും വെറും തുടക്കം മാത്രമാണ്. ഓണപരീക്ഷ വലിയ പ്രോപ്പറായിട്ട് നല്ല രീതിയിലല്ല നടന്നിട്ടുള്ളത്. ഓരോ സ്കൂളുകളിലും ഡിഫറെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു സ്കൂളുകളിൽ എക്സാമിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏകീകൃതമായ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കേരളത്തിൽ മുഴുവൻ എല്ലാ സ്കൂളിലും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരേ ടൈമിൽ ഒരേ എക്സാംസ് നടക്കുന്നത് ക്രിസ്മസ് എക്സാമിന് മാത്രമാണ്. ഫസ്റ്റത്തെ നിങ്ങളുടെ പബ്ലിക് മോഡലായിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പം ഇത് നിങ്ങളുടെ ഒരു തിരിച്ചറിവിൻ്റെ ഒരു സമയമാണ്. ഈ ഒരു എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ബോധ്യം വരിക, അയ്യോ എൻ്റെ ലെവൽ എത്രയാണ്. മറ്റു സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ നോക്കുക, അയ്യോ അവൻ എത്ര മാർക്ക് വാങ്ങിയല്ലോ, അവന് വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്തല്ലോ, അപ്പോൾ ഞാൻ എത്രയോ താഴെയാണ്. ആ റാങ്ക് നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സമയം നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഉയർത്താൻ വേണ്ടി പറ്റും. മോറോവർ ക്രിസ്മസ് എക്സാമിൽ ഓൾമോസ്റ്റ് 80% സിലബസും കംപ്ലീറ്റ് ആവും. അങ്ങനെ 80% സിലബസ് നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആണെങ്കിൽ പിന്നെ ഫൈനൽ എക്സാമിന് ബാക്കി ഒരു 20% മാത്രം പഠിച്ചാൽ ഫുൾ സിലബസ് കംപ്ലീറ്റ് ആവും. പുറമെ ബാക്കിയുള്ള മുഴുവൻ സിലബസും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യേണ്ട സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ക്രിസ്മസ് എക്സാമിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് നന്നായിട്ട് എക്സൽ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്ന് തുടങ്ങിക്കോ ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കുന്നത്. ലൈവിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള നല്ല കണ്ടൻസുകൾ നമ്മുടെ ചാനൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പം ഡു ഫോളോ.